കൂട്ടുകാർക്ക് ശുഭദിനം നടന്നുണ്ട്. നമുക്ക് ബാലിന്റെയും കോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാൻ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോകാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ശ്രീകലയോട് കട്ടക്കലിപ്പോടുകൂടി ശ്രീദേവി സംസാരിച്ചോണ്ടിരിക്കുകയാണ്. പിന്നീട് ശ്രീകല പറഞ്ഞു, മോളെ നീ എന്തിനാ പേടിക്കണേ? ഇപ്പൊ ട്യൂഷന്റെ കാര്യല്ലേ, അത് കുഴപ്പമൊന്നുമില്ല, അതൊക്കെ നമുക്ക് മുടക്കാന്ന് പറയണം. പിന്നെ മുടക്കാന്ന് അമ്മ അങ്ങോട്ട് പറഞ്ഞാ മതി, അമ്മയ്ക്ക് അവിടെ ഇരുന്ന് കളിപ്പിച്ചാൽ മതിയല്ലോ. ഇവിടെ അനുഭവിക്കുന്നവർക്കല്ലേ എന്റെ വേദനയും വിഷമമൊക്കെ അറിയത്തുള്ളൂ എന്ന് പറയാം. മോളെ നീ ആയിട്ട് എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തണം ആ ട്യൂഷൻ മുടക്കാനിട്ട്. കണ്ടെത്തിയേ തന്നെ. ഞാൻ എന്ത് ചെയ്യാനാ? ഇവിടെയാണെങ്കിൽ ബാലച്ചന് പോലും അതിനെക്കുറിച്ച് അറിയില്ല എന്ന് പറയണേ. അപ്പൊ ബാലിന് അറിയത്തില്ല ഈ കാര്യങ്ങളെ കുറിച്ചൊന്നും. ഇല്ലമ്മേന്ന് പറയാ. അങ്ങനെയാണ് നീ രക്ഷപ്പെട്ടു മോളെന്ന് പറയാ. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞേ? എടി ബാലൻ അറിയത്തില്ലാത്ത കാര്യല്ലേ, നീ ഇച്ചിരി എരിവും പുളിയും കൂടെ വെച്ച് അങ്ങോട്ട് ബാലിനെ ഒന്ന് പിരികേറ്റ് നോക്കാൻ പറയണം. ബാലച്ചനെ പിരികേറ്റാനോ? അതേടി മോളെ, ഇത്രയും വലിയ കുടുംബത്തില് ഈ ട്യൂഷൻ എടുക്കാന്ന് പറഞ്ഞാൽ നല്ല കാര്യമാണോ? നാട്ടുകാരൊക്കെ അറിഞ്ഞ എന്ത് വിചാരിക്കും? അവരൊക്കെ ഇതേ ബാലച്ചനെ കുറ്റപ്പെടുത്തില്ലേ എന്നൊക്കെ പറഞ്ഞ് നീ അങ്ങോട്ട് പറ. പിന്നെ നാണക്കേടാ ഇങ്ങനെ ഇവിടെ വെച്ച് ട്യൂഷനൊക്കെ എടുക്കുന്നേ. അപ്പൊ അഷ്ടിക്ക് വകയില്ലാത്തോണ്ടല്ലേ ഇങ്ങനെ ട്യൂഷനൊക്കെ എടുക്കണേ എന്നൊക്കെ പറഞ്ഞാൽ മതി. അതൊക്കെ കേട്ട് കഴിയുമ്പത്തിനും ബാലിന് കൊള്ളും. അതോടുകൂടി ട്യൂഷൻ തന്നെ വേണ്ടാന്ന് വെക്കൂന്ന് പറയണം. ഇത് കേട്ടതും ശ്രീദേവി ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു. ഓ, അത് നല്ല കാര്യമല്ലമ്മേന്ന് ചോദിക്കണം. അതേടി മോളെ, അതാ ഞാൻ പറഞ്ഞത്. എടി അത്രയ്ക്ക് പെട്ടെന്നൊന്നും നമ്മളെ തകർക്കാണ്ട് പറ്റില്ല. നിനക്കറിയാലോ, ആദ്യമൊക്കെ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ തോന്നും. പിന്നെ അങ്ങോട്ട് ഓരോ കള്ളങ്ങൾ പറഞ്ഞ് നിങ്ങൾ സ്ട്രോങ് ആക്കി വെക്കുവാണെങ്കിൽ പിന്നെ ആർക്കും നമ്മളെ പെട്ടെന്ന് തകർക്കാനൊന്നും പറ്റില്ല എന്ന് പറയാം. ശരിയമ്മേ, ഞാൻ അങ്ങനെ നോക്കാന്നൊക്കെ പറയാണ്. അങ്ങനെ സന്തോഷത്തോട് കൂടിയിട്ടാണ് ശ്രീദേവി ഫോൺ വെക്കണേ. ഈ സമയത്ത് മീനാക്ഷി ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് ആകെപ്പാടെ മടുത്ത് റൂമിലേക്ക് വരുവാണ്. ഓ എന്റെ ദൈവമേ, ഈസിയാന്ന് ഓർത്തിരുന്ന ട്രെയിനിങ്. ഇതിപ്പം ട്രെയിനിങ് കഴിഞ്ഞപ്പോഴത്തേനും മടുത്തു പോയല്ലോ. ഇതെന്താ ഈ ആകാശ് ഇത് എവിടെ പോയി? ഇതിനായിട്ടും വന്നില്ലേ എന്ന് കരുതിയിട്ട് പിന്നീട് ആകാശിന്റെ ഫോണിലേക്ക് വിളിക്കണം. മീനുന്റെ കോള് കണ്ടപ്പത്തിന് ആകാശിന് ടെൻഷനായി. ദൈവമേ, അവള് വിളിക്കുന്നുണ്ട്. എവിടെ എന്താന്ന് ചോദിക്കാൻ വേണ്ടി വിളിക്കുന്നതായിരിക്കും. പിന്നീട് ആകാശ് കോൾ എടുത്തിരിച്ചു. അല്ല എന്താ മീനു എന്ന് ചോദിക്കുക. ആകാശ് ഇത് എവിടാ? അതെ ഞാൻ പുറത്താന്ന് പറയണം. അല്ല ഇതെന്താ ഇതിനായിട്ടും വരാത്തെ? അത് പിന്നെ ഒരു 15 മണിക്കൂർ 15 മണിക്കൂറോ അല്ല ഒരര മണിക്കൂർ കഴിയുമ്പോഴത്തേന് ഞാൻ അങ്ങോട്ടേക്ക് വരാന്ന് പറയാം. അരമണിക്കൂർ കഴിയുമ്പോ എത്തൂലോ അല്ലേ? വരാന്നേ, കുറച്ച് പണിയും കൂടെ ബാക്കിയുണ്ട്, അത് കഴിഞ്ഞിട്ട് വരാന്ന് പറയണം. അങ്ങനെ കോള് കട്ട് ചെയ്തു. ആകെപ്പാ ടെൻഷൻ ആകാശിന്. ദൈവമേ, അരമണിക്കൂർ എന്നൊക്കെ താൻ പറഞ്ഞു. എവിടെ അരമണിക്കൂർ? അരമണിക്കൂർ കഴിഞ്ഞാൽ ഇത് എത്തും തോന്നില്ല. ഇനി ഒരു കഷെങ്കില് എത്തിയില്ലെങ്കിൽ മീനിന്റെ കയ്യിലിരിക്കുന്ന വായിലിരിക്കുന്ന മൊത്തം കേൾക്കണ്ടേ വരും. എന്തേലും ഒരു മാർഗം കണ്ടെത്തിയാൽ മതിയാവുള്ളൂ. ഒരു കാര്യം ചെയ്യാം, അച്ഛനോടൊന്നും ചോദിച്ചു വെക്കാം. ഇനിയിപ്പൊ ഇന്നത്തെ ജോലി ഇത് മതിയോ, ബാക്കി നാളെ ചെയ്താൽ മതിയോ എന്ന്. അങ്ങനെയാണെങ്കിൽ ഒരു മാർഗമുണ്ട് എന്നൊക്കെ കരുതിയിട്ട് ആകാശ നേരെ ബാലിനെ വിളിക്കണം. പിന്നീട് ബാലൻ ചോദിച്ചു, എന്താടാ? അത് പിന്നെ അച്ഛാ, ഈ മാർക്കറ്റിലുള്ള ആ രമേശാന്റെ കടയിലെ ആ കടയില് രമേശാണ്ട് ഇല്ലാന്ന് പറയണേ. ഇല്ലേ? അതെ, കുറച്ച് താമസിക്കുമെന്നാ പറഞ്ഞെന്ന് പറയാ. അതിനിപ്പോ എന്താടാ? അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അങ്ങനെയാണെങ്കിൽ ഞാൻ പോയിക്കോട്ടെ, നാളെ വന്നാ പോരെന്ന് ചോദിക്കുകയാണ്. എന്താടാ നിനക്ക് എന്തായാലും ധൃതി ഉണ്ട് ചെന്നിട്ട്? അല്ല അത് പിന്നെ റൂമില് മീനു എന്താ അവൾ അവിടെ തന്നെ ഇരിക്കില്ലെന്ന് ചോദിക്കുക. പെട്ടു, എന്തു മറുപടി പറയാനായിട്ടാ? അത് പിന്നെ അച്ഛാ, അതെ അവിടെ നിന്ന് രമേശൻ വന്ന് രമേശനെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം നീ അങ്ങോട്ട് പോയാൽ മതി. പറഞ്ഞത് കേട്ടല്ലോ എന്ന് പറയാണ്. ഇത് കേട്ടതും ആകെപ്പാടെ വല്ലാത്തൊരു ടെൻഷനായി പോയി ആകാശിന്. പിന്നീട് മീനാക്ഷി മിത്രയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. മിത്രയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് എങ്ങനെയുണ്ട്, സുഖമൊക്കെ ആണെന്ന് ചോദിക്കണം. കുഴപ്പമില്ല ചേച്ചി എന്ന് പറയണം. അല്ല ട്യൂഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല, ഒരു ദിവസം എടുത്തല്ലേ ഉള്ളൂ. അതെ നമുക്ക് നല്ലൊരു ട്യൂഷൻ സെന്റർ ആയിട്ട് അത് വളർത്തിയെടുക്കണം. മിത്ര ട്യൂഷൻ അക്കാഡമി എന്നൊക്കെ പറഞ്ഞിട്ട് പേരൊക്കെ കൊടുക്കണമെന്ന് പറയാ. ഇത് കേട്ടപ്പം മിത്ര പറഞ്ഞു, അതിന് മാത്രം കുട്ടികളൊന്നും ഇല്ല, 2 3 ഉള്ളെന്ന് പറയണം. അങ്ങനെയല്ലേ വളർന്നു വരുന്നത്. ആദ്യം ഒരു സ്ഥാപനം തുടങ്ങി കഴിയുമ്പോൾ അങ്ങോട്ട് ഒത്തിരി അങ്ങോട്ട് മെച്ചപ്പെട്ട് വരത്തില്ലോ. എല്ലാരും കേട്ടറിഞ്ഞ് കണ്ടറിഞ്ഞൊക്കെ വരണ്ടേന്ന് ചോദിക്കാം. അത് ശരിയാണ്, പക്ഷേങ്കില് എന്താ കുഴപ്പം? ഒന്നുമില്ലാന്ന് പറയണ. ഇതുവരെയായിട്ടും ഇവിടെ അച്ഛനൊന്നും പറഞ്ഞിട്ടില്ലാന്ന് പറയണം. ഓ അപ്പൊ അതാണ് കാര്യം. അതൊരു സങ്കടം ഉണ്ടോ? അതോ ഇനിയിപ്പം എങ്ങാനും അച്ഛനെങ്ങാനും മുടക്കുന്നിടത്ത് വിഷമമുണ്ടോന്ന് ചോദിക്കും. അങ്ങനെ വിഷമമൊന്നുമില്ല, അല്ലെങ്കിലും അങ്കളത് മുടക്കേണ്ട കാര്യമൊന്നും ഇല്ലോ എന്നൊക്കെ പറയണം. അപ്പോഴേക്കും ഗോമതി അങ്ങോട്ടേക്ക് വന്നു. ഗോമതി എന്നിട്ട് മീനാക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പത്തിന് ഫോൺ മേടിച്ചു. പിന്നീട് മീനു സുഖമാണെന്ന് ചോദിക്കുകയാണ്. സുഖം അമ്മയെന്നൊക്കെ പറയണം. അങ്ങനെ കുറച്ച് സമയം അവര് സംസാരിച്ചു. അതിനുശേഷം കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി മിത്രയോട് പറഞ്ഞൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇങ്ങനെ എന്നിട്ട് കാര്യമില്ല, ബാലേട്ടൻ വരുമ്പോൾ ഉള്ള കാര്യം തുറന്നു പറയണം ട്യൂഷനെ കുറിച്ചൊക്കെ.
ഇത് കേട്ടപ്പം മിത്ര പറഞ്ഞു അത് ശരിയാണല്ലോ, പറയാം. പക്ഷെ ഇന്നലെ പറയണമെന്ന് ഓർത്താ പറയാൻ പറ്റിയില്ല അപ്പച്ചിന്ന് പറയാ. സാരമില്ല, ഇന്ന് പറഞ്ഞാൽ മതി. ഇന്ന് ബാലേട്ടൻ വരും പറയാതിരിക്കില്ല, അറിയാലോ. ബാലേട്ടൻ അത് അറിഞ്ഞില്ല പിന്നെ അത് മതിയെന്ന് പറയണം. അങ്ങനെ സന്ധ്യയായി കഴിഞ്ഞപ്പോഴത്തേനും ബാലൻ വീട്ടിലേക്ക് വരുക. അപ്പോഴേക്ക് ശ്രീദേവി അങ്ങോട്ട് ഓടിച്ചെന്നു. ബാലൻ ഗോമതി ഗോമതി എന്ന് വിളിക്കാണ്. ശ്രീദേവി എന്നിട്ടിച്ചു, എന്താ ബാലച്ച, എന്താ കാര്യം എന്താന്ന് ചോദിക്കുക. ആ സമയം ഗോമതി എന്ത് ചെയ്യാണ്, ബാലന്റെ വിളിയായിട്ട് അങ്ങോട്ടേക്ക് വരുവാണ്. ഈ സമയത്ത് ശ്രീദേവി പറഞ്ഞു, അതെ ആ ബാഗാണ് ഇങ്ങോട്ട് തന്നേക്കച്ചെന്ന് പറയണ. അങ്ങനെ ഗോമതി അങ്ങോട്ട് ഓടി വരുമ്പോഴത്തേനും ബാലനിത് ആ ബാഗ് നേരെ ശ്രീദേവിയുടെ കയ്യിലേക്കും കൊടുക്കുകയാണ്. ഗോമതി ഓടി വന്ന് ആ ബാഗ് പിടിച്ചു പറിക്കാൻ ശ്രമിച്ചെങ്കിലും അത് ശ്രീദേവിയുടെ കയ്യിലായിപ്പോയി. ഗോമതിക്ക് കട്ടക്കലിപ്പായി. പെട്ടെന്ന് ഗോമതി ആ ബാഗ് ഇങ്ങോട്ട് തരാൻ പറയാണ്. ഇത് കേട്ടപ്പം ശ്രീദേവിച്ചു, എന്താ അമ്മ എന്തിനാ ബാഗ് തരുന്നെന്ന് ചോദിക്കണം. പെട്ടെന്ന് ബാലനോടിച്ചു, ബാലേട്ടൻ എന്താ എന്തോ പരിപാടിയെ കാണിച്ചെന്ന് ചോദിക്കും. എന്താ ബാഗ് എൻ്റെ കയ്യിൽ തരണ്ടേന്ന് ചോദിക്കും. അതിപ്പോ ആരുടെ കയ്യിൽ തന്നാൽ എന്താ കുഴപ്പം ഗോമതി? അല്ല ഞാനല്ലേ ഇത്രയും കാലം അത് കൈകാര്യം ചെയ്തോണ്ടിരുന്നേ. എടി അതിനിപ്പോ അത് ശ്രീദേവിയുടെ കയ്യിലിരുന്ന എന്താ കുഴപ്പമെന്ന് ചോദിക്കും. ശ്രീദേവി പറഞ്ഞു, അമ്മയ്ക്ക് എളുപ്പം ഉണ്ടാവില്ലെന്ന് കരുതി ഞാനത് കൊണ്ട് മേടിച്ചേ, എനിക്ക് കൊണ്ടേ വെക്കാലോ എന്ന് പറയാൻ. അതിന്റെ ആവശ്യമൊന്നുമില്ല. ഗോവിന്ദൻ ഇത്രയും നാൾ ഇവിടെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്ന ഞാനാ. എനിക്കറിയാം കൊണ്ടേ വെക്കാനായിട്ട്. എനിക്കത് വലിയ പണിയായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. ആ അലമാരിക്കകത്ത് കൊണ്ടേ ബാഗ് വെക്കാനായിട്ട് എനിക്കത്ര വലിയ ബുദ്ധിമുട്ടും ഇല്ലെന്ന് പറയണം. അപ്പോഴേക്കും ഒച്ചപ്പാട് കേട്ട് മിത്ര ഓടി വന്നു. മിത്രയ്ക്ക് കാര്യമൊന്നും മനസ്സിലായില്ല. പിന്നീടാണ് ബാഗ് പ്രശ്നമൊന്നും മനസ്സിലായത്. ഈ സമയം ബാലൻ പറഞ്ഞു, നീ എന്താ ഗോമതിക്ക് ദേഷ്യപ്പെടുന്നേ? നിനക്ക് ദേഷ്യപ്പെടേണ്ട കാര്യമുണ്ടോ? നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കും. അല്ലെങ്കിലും ഇപ്പൊ അതെ ബാലയുടെ ഞാൻ ദേഷ്യപ്പെടുന്നാന്ന് തോന്നൂല്ലോ എന്ന് പറയാണ്. പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലാന്ന് പറയാൻ. ഇത് കേട്ട് കഴിഞ്ഞപ്പം എങ്കിലും ഒന്ന് ആലോചിച്ച് ബാലൻ, ഇവൾക്ക് ഇത് എന്താന്ന് ഓർക്കത്തേനും മിത്ര പെട്ടെന്ന് ആടി പറഞ്ഞു, അത് പിന്നെ അങ്കിളെ അമ്മയ്ക്ക് ചെറിയ തലവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പറയണം. തലവേദനയോ? തലവേദന ഉണ്ടപ്പോ മരുന്ന് മേടിക്കണം. അതിന് ഇരുന്നിട്ട് കാര്യമുണ്ടോന്ന് ചോദിക്കണം. ആ സമയം ആനന്ദം അങ്ങോട്ടേക്ക് വരുക. ആനന്ദം ഒന്ന് ബാഗൊക്കെ വെച്ചിട്ട് ചോദിച്ചു, അല്ല അച്ഛന് എന്തു പറ്റി? അച്ഛന്റെ മുഖം വല്ലാതെ ക്ഷീണിതനായിട്ടുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ്. കണ്ടോ ഇതാ പറയണേ, ഇത്ര സമയം നിങ്ങളെല്ലാരും ഉണ്ടായിട്ട് എന്റെ മുഖത്തെ ക്ഷീണം മനസ്സിലാക്കാണ്ട് നിനക്കൊക്കെ പറ്റിയോ ഗോമതി? കണ്ടില്ലേ ആനന്ദ് വന്ന ഉടനെ പറഞ്ഞു കേട്ടില്ലേ? ആ സമയം പിന്നീട് ബാലൻ പറഞ്ഞു, അതെ ആകാശം കൂടി ഇല്ലാത്തതിന്റെ കുറച്ച് ജോലി തിരക്ക് കൂടുതലുണ്ടായിരുന്നു. അതുകൊണ്ട് ഭയങ്കര ഓട്ടവും പാച്ചിലായിരുന്നു. പിന്നെ ശ്രീദേവി മോളുള്ളതുകൊണ്ട് രക്ഷപ്പെട്ടെന്ന് പറയാണ്. ഇത് കേട്ടപ്പോ ശ്രീദേവി പറഞ്ഞു, അയ്യോ ബാലച്ചൻ ഞാൻ എന്തേലും അബദ്ധം കാണിച്ചോന്ന് ചോദിക്കുക. വലിയ ആള് കളിച്ചാണ് ചോദിക്കുന്നത്. ഇത് കേട്ടപ്പോ ബാലൻ പറഞ്ഞു, മോൾ അബദ്ധം കാണിക്കാനോ? ഇല്ല, മോള് കൃത്യസമയത്ത് ഫുഡൊക്കെ കൊണ്ടുവന്നുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ലായിരുന്നു ഇന്ന് കടയിൽ തിരക്കൂടെ അല്ലായിരുന്നോ? ആ സമയത്ത് വീട്ടിൽ വന്ന് ഫുഡ് കഴിച്ചിട്ട് പോകാൻ സമയം പോലും കിട്ടില്ലായിരുന്നു. എത്ര സമയം ലാഭിച്ചെന്ന് അറിയാമെന്ന് ചോദിക്കുക. ഇങ്ങനെ വേണം പെൺകുട്ടികളാണെങ്കിൽ. പിന്നീട് ഗോമതി അടുത്ത് എന്നിട്ട് പറഞ്ഞു, കണ്ടു പഠിക്കാം. അവള് ഫുഡൊക്കെ കൊണ്ട് വന്നാൽ കണ്ടോ? നീ ഇതുവരായിട്ട് എനിക്ക് ഫുഡുമായിട്ട് വന്നിട്ടുണ്ടോന്ന് ചോദിക്കാം. അത് ബാലേട്ടനല്ലേ പറയാറില്ലേ ഫുഡുമായിട്ട് അങ്ങോട്ട് വരണ്ട, ഞാൻ ഇവിടെ വന്ന് കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞ്. ഓഹോ, എന്നിട്ടിപ്പ എന്നെ കുറ്റപ്പെടുത്താൻ വരുന്നോ? കൊള്ളാലോ ബാലേട്ടൻ, എല്ലാം പറയുകയും ചെയ്യും, കടയുടെ അങ്ങോട്ട് അടുപ്പിക്കുകയും ചെയ്യത്തില്ല. എന്നിട്ടിപ്പം വലിയ വീരവാദം മുഴക്കിക്കൊണ്ട് വന്നിരിക്കുന്നു. അതങ്ങനെയാണല്ലോ, തൊട്ടേതും പിടിച്ചാനും ഒക്കെ ഇപ്പൊ നമ്മളെ കണ്ണെടുത്താ കണ്ടുകൂടല്ലോ എന്ന് പറഞ്ഞിട്ട് ഗോമതി ദേഷ്യപ്പെട്ട അകത്തേക്ക് കയറി പോവാ. ആ സമയം ശ്രീദേവി ഓർത്തു, അമ്മ എന്തിനാ പോലും ദേഷ്യപ്പെട്ടത്? അമ്മയുടെ മനസ്സിൽ എന്തോ ഒരു ദേഷ്യം ഉണ്ടെന്ന് മനസ്സിലായി. പിന്നീട് ആനന്ദിന്റെ അടുത്ത് എന്നിട്ട് ബാലൻ പറഞ്ഞു, അത് മോനെ നിനക്ക് എന്തായാലും കിട്ടിയിരിക്കുന്ന പെൺകുട്ടി നല്ല മിടുക്കി പെൺകുട്ടിയാ. നീ അവളെ പൊന്നുപോലെ നോക്കണം. കണ്ടില്ലേ, ഒരു കുടുംബത്തില് ആർക്കെങ്കിലും ഒരു വിഷമം വന്നിട്ടുണ്ടെങ്കിൽ അവൾ എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യും. അത് മാത്രമല്ല, എനിക്കാണെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടെങ്കിലും അവൾ അതുപോലെ തന്നെയാണ്. ഇന്ന് തന്നെ കടയിൽ വന്ന് കണ്ടില്ലേ എന്തൊക്കെ ഹെൽപ്പ് അവൾ ചെയ്തിട്ട് പോയെന്നറിയാവോ എന്നൊക്കെ ഭയങ്കരമായിട്ടും കൂടെ പുകഴ്ത്തി പറയണം ആനന്ദിനോട്. ശ്രീദേവിക്ക് അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പത്തിന് ഭയങ്കര സന്തോഷമായി. ആ സമയം അടുക്കള പോയിട്ട് ഗോമതി കട്ട കലിപ്പിലായിരുന്നു. എന്ത് പറഞ്ഞാലും ഒരു ശ്രീദേവി അപ്പൊ ഇത്രയും നാളും ഞാൻ ചെയ്തതൊക്കെ വെറുതെ കുടത്തിന് പുറത്ത് വെള്ളം ഒഴിക്കുന്ന പോലെയാ. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഞാൻ ഒക്കത്തിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇന്ന് അവള് ബാഗ് തട്ടിപ്പറിച്ചു. നാളെ മിക്കവാറും വീട്ടിൽ നിന്നും കൂടെ എന്നെ ഇറക്കി വിടുമല്ലോ എന്നൊക്കെ പറയണം. മിത്ര വന്നിട്ട് എന്താ അപ്പച്ചി എന്താ പെറുകൊടുത്തോണ്ടിരിക്കണം എന്ന് ചോദിക്കാം. അതേ അവള് ആ ശ്രീദേവി കാണാൻ എനിക്ക് സമാധാനം ഇല്ലെന്ന് പറയാ. അതെ അപ്പച്ചി വിഷമിക്കൊന്നും വേണ്ട, മീനാക്ഷി ചേച്ചി 2 ദിവസം കഴിയുമ്പോൾ വരുമല്ലോ, വരട്ടെ, നമുക്ക് കാര്യത്തിന് തീരുമാനം ഉണ്ടാക്കാന്ന് പറയും. അങ്ങനെ വരണം. അതെ മീന് വന്നാൽ മാത്രം എനിക്കിനി സമാധാനമുള്ളൂ. എന്നോട് ഇത്രയെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ അവൾക്ക് മാത്രം ഉള്ളത് പറയണം. ആ സമയം കൃഷ്ണമംഗലത്ത് കൊടുമ്പിരി കൊണ്ട ചർച്ചയിലായിരുന്നു. അലോക് വന്നിട്ട് അനന്തനോട് പറഞ്ഞു, അതെ ആ ലാൻഡ് റവന്യൂവിന് ഇച്ചിരി ഇത് വാല്യൂ കൂട്ടിയാൽ മാത്രമേ ലോണിന്റെ എമൗണ്ടിന്റെ കാര്യത്തിൽ തീരുമാനമുള്ളൂ, കൂടുതൽ ലോണൊക്കെ കിട്ടുള്ളൂ എന്ന് പറയണം. ഇത് കേട്ടത് അനന്തൻ ചോദിച്ചു, അല്ല അതൊക്കെ വല്ലതും നടക്കുന്ന കാര്യമാണോ അലോകെ? ഇത്ര പെട്ടെന്ന് അതൊന്നും നടത്താൻ പറ്റുന്ന കാര്യമാണെന്ന് വെക്കും. അച്ഛനും പറഞ്ഞു, അല്ലെ പിന്നെ ലോൺ എമൗണ്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കടങ്ങളൊന്നും വീട്ടാൻ പറ്റില്ല കേട്ടാന്ന് പറയണം. അലോക് പറഞ്ഞു, അല്ലേ പിന്നെ ഒരു കാര്യമുണ്ട്, ഇനി ഒരു മാർഗമുള്ളൂ,
മിത്രയെ ഒന്ന് സ്വാധീനിക്കാം. അല്ലെങ്കിൽ അവൾ ഇവിടുത്തെ കുട്ടിയല്ലേ, അവൾ ആ മീനാക്ഷി എന്ന് പറയുന്നവരോട് പറയുവാണെങ്കിൽ അവൾ കേൾക്കും. മിത്ര പറയുന്നതൊക്കെ അവൾ അനുസരിക്കുകയും ചെയ്യും. അങ്ങനെയാണ് ആ വഴി നമുക്കൊരു സ്വാധീനം ചെലുത്തി നോക്കിയാലെന്ന് ചോദിക്കുക. രാജശ്രീ പറഞ്ഞു അത് നല്ല കാര്യമാണെന്ന് പറയണം. അനന്തം പറഞ്ഞു ഓഹോ, അപ്പൊ അവളുടെ കാല് പോയി പിടിക്കാനാ? അതിനൊന്നും എന്നെ കിട്ടത്തൊന്നുമില്ല. അത് മാത്രല്ല, അതിന്റെ കാര്യം എന്താ, ഒരാളെ സ്വാധീനിച്ച് നേടിയെടുക്കാൻ പറ്റുന്നല്ല ഇതൊന്നും. അങ്ങനെ സ്വാധീനിച്ച് നേടിയെടുക്കേണ്ട കാര്യമില്ല. നേരായ വഴിയിൽ കൂടെ തന്നെ പോയാൽ മതി എന്ന് പറയാ. അച്ഛനും പറഞ്ഞു ഏട്ടൻ എന്തൊക്കെയാ പറയണേ, നേരായ വഴിയിൽ കൂടെ പോയിട്ടുണ്ടെങ്കിൽ ശരിയാവും തോന്നുന്നുണ്ടോ? അങ്ങനെ ശരിയായി കിട്ടിയാൽ മതി, അല്ലാതെ ഓസിപ്പോയി ഇത് അടിച്ചു മാറ്റിക്കൊണ്ട് പോരേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ അതിനേതായ ചില കടമകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്തതിന് ശേഷം അത് സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മതി എന്നൊക്കെ പറയാ. ഇത് കേട്ടപ്പോൾ അലോകനും അച്ഛനും ഒട്ടും അങ്ങോട്ട് പിടിച്ചില്ല. നല്ല ദേഷ്യമായിരുന്നു. പിന്നീട് ആകാശ് രാത്രിയായി കഴിഞ്ഞപ്പോഴത്തേനും റൂമിലേക്ക് വരുവാണ്. മീനാക്ഷി കിടന്ന് ഉറക്കം വിളിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അങ്ങനെ ആകാശ് വിളിച്ച് കഴിയുമ്പോഴത്തേനും മീനാക്ഷി ചാടി എഴുന്നേക്കുവാണ്. ചെന്നിട്ട് എന്താ ആകാശേ? ആകാശിന് ഫോണ് കയ്യിൽ ഇല്ലായിരുന്നു എന്ന് ചോദിക്കുക. ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇതിനെ വിളിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ട് എടുക്കാറുന്നേ. അത് പിന്നെ ഞാൻ താമസിച്ചു. ഓഹോ, അപ്പൊ അതാണ് കാര്യമില്ലേ? ഇത്ര സമയം ഞാനിവിടെ കാത്തിരുന്നു കണ്ടില്ലേ? ചുരിദാർ ഇട്ട ഡ്രസ്സ് പോലും ഞാൻ മാറ്റിയിട്ടില്ല. ഒരുങ്ങിയിരിക്കുമായിരുന്നു. ആകാശ് വരും പോകാലെന്ന് കരുതിയിട്ട്. എന്നിട്ട് ഇപ്പൊ എന്തായി? ഒരു കാര്യം എനിക്ക് മനസ്സിലായി, നമ്മൾ എവിടെ ചെന്നാലും നമുക്ക് സ്വസ്ഥയ സമാധാനം കിട്ടത്തില്ലെന്ന്. അല്ല അത് പിന്നെ ഞാൻ അച്ഛൻ പറഞ്ഞിട്ട്, ഒരച്ഛനും ഉണ്ട് മകനും ഉണ്ട്. ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണോ ആകാശേ എന്നും പറഞ്ഞുകൊണ്ട് ഇതുപോലെ ഉണ്ടോ? നമ്മളിവിടെ 2 ദിവസം നല്ല സന്തോഷത്തോട് കഴിയാനായിട്ടും കൂടി അല്ലേ വന്നത്. ആ സമയം നമ്മൾ വെറുതെ സ്പോയിൽ ചെയ്യേണ്ട കാര്യമുണ്ടോ? പറഞ്ഞിട്ട് കാര്യമില്ല, എന്റെ തലവര, അല്ലാതെ എന്താന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോൾ ആകാശ് പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ മീനു, പെട്ടെന്ന് വരാന്ന് കരുതിയത്. അപ്പൊ ഒരാള് വന്നില്ല എന്ന് പറയാ. വേണ്ട വേണ്ട, ഇനി കൂടുതലൊന്നും പറയണ്ട. അല്ല ഫുഡ് കഴിച്ചോ നിൽക്കും. പിന്നെ കഴിച്ചോന്ന്, ഇനിയിപ്പോ ഫുഡൊന്നും കിട്ടാൻ പോകുന്നില്ല. പുറത്ത് കടയിൽ പോയിട്ടുണ്ടെങ്കിൽ എല്ലാം കടയിൽ അടച്ച് കാണുമല്ലേ. ഇനിയിപ്പോ എവിടുന്ന് എന്ത് കിട്ടാനാ? ഒരു കാര്യം ചെയ്യാം, കുറച്ച് പച്ചവെള്ളം കുടിച്ചിട്ട് കിടന്ന് ഉറങ്ങാന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ആകാശ് പറഞ്ഞു മീനു നീ ഇങ്ങനെയൊന്നും പറയില്ല. പിന്നെ ഞാൻ എങ്ങനെ പറയണം ആകാശേ? ഒരു കാര്യം ചെയ്യാം, എവിടുത്തെ റെസ്റ്റോറൻറ്റ് വല്ലതും കിട്ടുമോന്ന് ചോദിക്കാം, അത് പോയി കഴിച്ചാൽ മതി. പുറത്തുനിന്ന് കഴിക്കാന്നുള്ള പ്രതീക്ഷകളും മോഹങ്ങളും എല്ലാം എന്റെ അസ്തമിച്ചെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ആകാശിന് ഭയങ്കര വിഷമമായിപ്പോയി. ആകാശ് വല്ലാത്ത വിഷമത്തിൽ നിൽക്കുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.